ഇന്നിപ്പോൾ ടോട്ടൽ മണി 11 മണി കഴിഞ്ഞു. 19 ഓർഡർ ആയിട്ടുണ്ട്. എറൗണ്ട് 19 ഓർഡറും 1110 രൂപ പേയ്മെൻറ്റും ആയിട്ടുണ്ട്. 11 മണി ആയതേ ഉള്ളൂ. ഞാൻ 2 മണി വരെ എടുത്തിട്ടുണ്ട്. ഇനി 6 ഓർഡറും കൂടെ മതി ഫുൾ അടിക്കാനായിട്ട്. വെയിറ്റിംഗ് ആണ്. ഇനി കറക്റ്റ് 1 മണിക്കൂറിൽ 2 ഓർഡർ വെച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് 6 ഓർഡർ കറക്റ്റായിട്ട് കിട്ടും. 2 മണിക്ക് മുമ്പേ. പിന്നെ ഡിലേ വരാനും പാടില്ല, ഓർഡർ കിട്ടുകയും വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഫുൾ അടിക്കാനും. ഞാൻ കുറേ നാളായി ഞാൻ ഫുൾ അടിച്ചിട്ട്. സോ സെക്കൻഡ് ടാർഗറ്റ് അടിക്കാനായിട്ട് ഇനി ഒരു 3 ഓർഡറും കൂടെ മതി. സെക്കൻഡ് ടാർഗറ്റ് 22 അടിക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞൊരു 3 ഓർഡറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ അടിക്കാൻ പറ്റും. സോ ഫസ്റ്റ് ഓർഡർ മഹാ ദുരന്തമായിരുന്നു. ഫസ്റ്റ് ഓർഡർ ഒരു 9 മണി കഴിഞ്ഞ് ഇറങ്ങിയതാണ്. ഇന്നാണ് സത്യം പറഞ്ഞാൽ കറക്റ്റ് 9 മണിയായപ്പോൾ ഞാൻ ഇറങ്ങിയത്. ഒരു ഹിന്ദിക്കാരൻ തേച്ചതാണ്. ഏകദേശം 10:15 മുതൽ 11:40 വരെ ഞാൻ അവിടെ തന്നെ നിന്നു. കസ്റ്റമർ കെയറിനെയൊക്കെ കുറേ തവണ വിളിച്ചു. അതൊക്കെ ഒരു കഥ. അതൊക്കെ ഞാൻ പിന്നീട് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞുതരാം. കാരണം ഒരുപാട് നോയ്സ് ഉണ്ട് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ. സോ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇതൊന്ന് നോക്കി ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം എന്നിട്ട് നമുക്ക് രാത്രി ഇനി കിട്ടുമോ ഇല്ലയോ അറിയില്ല. സോ ഇപ്പോൾ 1110 17 ട്രിപ്പ് 19 ഓർഡേഴ്സ്. ഈ വ്യൂ ഡീറ്റെയിൽസിൽ നോക്കിക്കഴിഞ്ഞാൽ 19 ഓർഡർ ഇപ്പോൾ ടോട്ടൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 6 ഓർഡർ വേണം 625 കംപ്ലീറ്റ് ആക്കാൻ. കുറേ നാളായി ഫുൾ അടിച്ചിട്ട്. നോക്കട്ടെ ഇന്ന് ഫുൾ അടിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന്. 2 മണി വരെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിൽക്കുന്നത് കുമാരപുരമാണ്. ഇവിടെ ഇനി ഓർഡർ അടിക്കോ ഇല്ലയോ ഐ ഡോണ്ട് നോ. എന്തായാലും ഇനി പട്ടത്തോട്ടൊന്ന് പോവേണ്ടി വരും. നോക്കട്ടെ. ഇതാണ് തിരുവനന്തപുരം കേശവദാസുരത്തുള്ള മെക്ഡൊണാൾഡ്സിൻ്റെ എക്സ്ക്ലൂസീവായ ഷോറൂം. സോ നമുക്കിവിടെയാണ് ഓർഡർ അടിച്ചിട്ടുള്ളത്. ഓർഡർ റെഡിയാണ്. സോ നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. ഓർഡർ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയി എടുക്കാം. സോ ഇതാണ് ഷോറൂം. ഒന്ന് കാണിക്കണം തോന്നി, അത്രയേ ഉള്ളൂ. പതിനൊന്ന് 35 ഇനി 5 ഓർഡറും കൂടെ. സോ ഓരോ ഓർഡറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കൂർ 4 ഓർഡർ. സോ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടി 21 ഓർഡർ കിട്ടി. ചെക്കിങ്ങിലേക്ക് കിട്ടി. ഞാനിപ്പോൾ ചെക്കിങ്ങിൽ നിൽക്കുകയാണ്. എറൗണ്ട് നമ്മൾ നേരത്തെ ഓർഡർ അടിച്ച ആ ടൈം തൊട്ട് ഇപ്പോൾ 20 മിനിറ്റായി. ഇതാണ് രാത്രിയുള്ള പ്രശ്നം. ചെക്കിങ് ഓൺ തന്നെയാണ്. രാത്രി 20-25 മിനിറ്റ് എല്ലാം ഡിലേ ആണ്. ഇത് 20 ഓർഡറാണ്. തൊട്ടടുത്ത് കൊടുത്താൽ മതി. സത്യം പറഞ്ഞാൽ അവരപ്പോഴും തന്നിരുന്നെങ്കിൽ ഒരു 3 മിനിറ്റ് കൊണ്ട് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇവർ സ്റ്റിൽ നോട്ട് റെഡി. ഈ ഒരു ഓർഡർ ഇങ്ങനെ നിർത്തി മനുഷ്യനെ കിളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അറൗണ്ട് 20 മിനിറ്റ് ഡിലേ ആയിട്ടുണ്ട്. KFC, ചെക്കിങ് ഇങ്ങനെയുള്ള കടകളെല്ലാം നല്ല രീതിയിൽ പണിയരും. പിന്നെ രാത്രി 12 മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ പ്രൈമറി അവരുടെ കസ്റ്റമേഴ്സ് പറഞ്ഞെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് മാത്രമേ നമുക്ക് തരത്തുള്ളൂ. കാരണം കഴിഞ്ഞ ആഴ്ച ബ്രേക്ക് ടൈം കഫേയിൽ എറൗണ്ട് 30-40 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. എന്തായാലും നോക്കാം എന്തായാലും ഓർഡർ കിട്ടുമോ ഇല്ലെന്നൊക്കെ അറിയണമല്ലോ. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 1:59 രാത്രി. ആ ലാസ്റ്റ് ഓർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് 23. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫുൾ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് 25. അതായത് കറക്റ്റ് 25 ഓർഡർ അടിച്ചിട്ടുണ്ട്. 25 625 ഇൻസെൻറ്റീവ് അൺലോക്കഡ് ആയിട്ടുണ്ട്. കുറേ നാളത്തെ ശേഷം പേയ്മെൻറ്റ് ഫുൾ അടിച്ചതാണ്. പോക്കറ്റിൽ ഇപ്പോൾ ടോട്ടൽ 3759 രൂപ ടോട്ടൽ. അതിൽ 1500 രൂപയ്ക്ക് മുകളിൽ പേയ്മെൻറ്റും ആയിട്ടുണ്ട്. സന്തോഷം. ഇനി നമുക്ക് ബാക്കി വീട്ടിൽ ചെന്ന് അനലൈസ് ചെയ്യാം. സോ ഇതിപ്പോൾ രാത്രിയാണ്. ഇതിപ്പോൾ രാത്രി ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം സിറ്റിയിൽ അട്ടക്കുളങ്ങനയ്ക്ക് അകത്തുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ എന്തായാലും ഇനി വല്ലതും കഴിക്കണം. ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ കുമാർ കഫേയിലേക്ക് കഴിക്കാൻ പോവാണ്. ടാറ്റ. അപ്പോൾ കഴിച്ചിട്ടൊക്കെ വന്നിട്ട് നമുക്ക് നോക്കാം. ഈ സാധനം മാക്സിമം ഞാൻ ഉപയോഗിക്കുകയാണ്, ഈ ഫോൺ. രാത്രി 2 മണി കുമാർ കഫേയിൽ വന്ന് ഞം കഴിക്കുകയാണ്. ദോശ, നല്ല ചൂട് ദോശ, ചില്ലി ചിക്കൻ, ചമ്മന്തി, സാമ്പാർ. അടിപൊളി. അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കാം. അപ്പോൾ ടോട്ടല് 3759 രൂപ. ജസ്റ്റ് 3 ദിവസം ഇറങ്ങിക്കൊണ്ട് നമ്മൾ ഏൺ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ജസ്റ്റ് 3 ദിവസം. എൻ്റെ ഓൾ ടൈം ഹൈ ആണ്. ഏകദേശം 1800 രൂപയ്ക്ക് മുകളിലെ പേയ്മെൻറ്റ്. ഓൾ ടൈം ഹൈ മീൻസ് കുറേ നാളത്തേക്ക് ശേഷം. ഞാൻ ഈ ഫുൾ അടിച്ചിട്ടില്ലായിരുന്നു, കുറേ നാളായി ഫുൾ അടിച്ചിട്ട്. അപ്പോൾ
ആ ഒരു ദിവസം ഫുൾ അടിച്ചു. 29-ാം തീയതി ലീവ് എടുത്തു. 31-ാം തീയതി എനിക്ക് ലീവ് തന്നെയാണ്. ഇത് ഓൾറെഡി രാത്രിയുള്ള ഓർഡർ ആയതുകൊണ്ട് മാത്രമാണ് ഇത് കിടക്കുന്നത്. ഇനി 1, 2 സോ 31-ാം തീയതി നമുക്ക് ലീവ് ആയതുകൊണ്ട് ഇനി പേയ്മെൻറ്റ് നോക്കണ്ട. സോ മന്ത്ലി പേയ്മെൻറ്റ് നമുക്ക് നോക്കാം. സോ മന്ത്ലി പേയ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ 17,686 രൂപയാണ് ടോട്ടൽ മന്ത്ലി പേയ്മെൻറ്റ് വരുന്നത്. സോ 17,000 രൂപ കടന്നു. ഇതിൽ എത്ര ദിവസം ലീവ് എടുത്തു ഈ മാസം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ മന്ത്ലി അനാലിസിസ് വീഡിയോയിൽ നോക്കാം. സോ നമുക്ക് എന്തായാലും നമ്മുടെ ഡെയിലി വീഡിയോയിലോട്ട് പോകാം. സോ ഡെയിലി വീഡിയോയിൽ ടുഡേ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഫെബ്രുവരിയാണ്. കാരണം ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 31-ാം തീയതി രാത്രിയാണ്. കാരണം എന്ന് വെച്ചാൽ 31-ാം തീയതി ഞാൻ ലീവാണ്, പോയില്ല. 30-ാം തീയതി ഞാൻ വീട്ടിൽ വന്നത് തന്നെ അത്യാവശ്യം താമസിച്ചു. കാരണം 2 മണി കഴിഞ്ഞു ആ ഓർഡർ കഴിഞ്ഞിട്ട്, പിന്നെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ എത്തിയപ്പോൾ 3 മണിയായി. രാവിലെ 3 മണി. പിന്നെ കയറി കിടന്നുറങ്ങി. ഉച്ചയ്ക്ക് 1 മണിക്കാണ് എണീറ്റത്. പിന്നെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. കാരണം നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. കാരണം നാളെ അല്ലെങ്കിൽ ഇന്ന് ഓൾറെഡി രാവിലെ ആയി. സോ ഫെബ്രുവരി 1 ആയി. അപ്പോൾ വെറുതെ നമ്മുടെ മന്ത്ലി അനാലിസിസ് വീഡിയോ ഒക്കെ ചെയ്യണ്ടേ. അപ്പോൾ കുറച്ച് ചടങ്ങാണ്. അപ്പോൾ അതെല്ലാം ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ വീഡിയോയിലേക്ക് വന്നതാണ്. സോ ഫസ്റ്റ് നമുക്ക് ട്രിപ്പിലോട്ട് പോകാം. ഫസ്റ്റ് ഓർഡർ അടിച്ചത് 9:47 ഒരു ഹിന്ദിക്കാരനാണ്. ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ 2 ആലു പൊറോട്ട. ഈ ഹിന്ദിക്കാരൻ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുമില്ല. അഡ്രസ്സ് തെറ്റി ഏതോ റിസോർട്ട് കൊടുത്തു. ഞാൻ ആ റിസോർട്ടിൽ കയറി നിന്നിട്ട് പുള്ളിയെ വിളിക്കുന്നു. പുള്ളി വരുന്നുമില്ല. കസ്റ്റമർ കെയറിനെ വിളിക്കുന്നു. അവർ ക്യാൻസലും ചെയ്തു തരുന്നില്ല. എത്ര സമയം എടുത്തെന്നറിയാമോ? 9:47 ഓർഡർ അടിച്ചു. 10:20 ഞാൻ ആ ഹിന്ദിക്കാരൻ്റെ അടുത്തെത്തി. അവിടെ നിന്ന് വിളിച്ചിട്ട് പുള്ളി വരണമില്ല. ഞാൻ 11:10 വരെ അവിടെ നിന്നു. അയ്യോ, ഒരുപാട് സമയം, എൻ്റെ സമയം അത്രയും പോയി. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ആ കസ്റ്റമർ കെയർ 5 തവണ വിളിച്ചേ പിന്നെ ഓർഡർ എനിക്ക് ക്യാൻസൽ ചെയ്ത് തന്നു. പണ്ടൊക്കെ 1 തവണ വിളിച്ചാൽ ക്യാൻസൽ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒരു ക്യാൻസലേഷനൊന്നും അങ്ങനെ തരുന്നില്ല. സോ സൊമാറ്റോ ഓടുന്ന ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. സൊമാറ്റോ ഇപ്പോൾ പഴയ പോലെ ക്യാൻസലേഷനും കാര്യങ്ങളും ഒന്നും തരുന്നില്ല. നല്ല മുട്ടൻ തേപ്പാണ് ഇപ്പം നമുക്ക്. നമ്മുടെ റൈഡേഴ്സിൻ്റെ സമയത്തിന് ഒരു വാല്യൂ ഇല്ല. പിന്നെ ഇവർ ഈ പറയുന്ന 11:19 അതേ ഓർഡർ തിരിച്ചടിച്ചു. അതായത് ഏകദേശം 13 കിലോമീറ്റർ ആയിരുന്നു ഈ ഒരു ഓർഡർ. അതായത് ബാലരാമപുരത്ത് നിന്ന് കോവളം റിസോർട്ടിലായിരുന്നു ഓർഡർ അടിച്ചത്. പിന്നെ തിരിച്ച് ഞാൻ ആ ഒരു കോവളത്ത് നിന്ന് ബാലരാമപുരം ആ ഒരു ഹോട്ടലിലേക്ക് വന്ന് കൊടുത്തപ്പോൾ ആ പുള്ളി പറഞ്ഞു ആലു പൊറോട്ട വേണ്ട, എൻ്റെ അടുത്ത് എടുത്തോളാൻ. അങ്ങനെ പിന്നെ ആ 2 ആലു പൊറോട്ട ഞാൻ കൊണ്ടുവച്ച് തിന്നു. അതിനുശേഷം 12:45 അടുത്ത ഓർഡർ അടിച്ചു. 1 മണി അങ്ങനെ ഏകദേശം ഒരു മൾട്ടി തന്നു ഭാഗ്യത്തിന്. ഏകദേശം 2 മണി വരെ എത്തിയപ്പോൾ ഏകദേശം 9 ഓർഡർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 9 ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് നൈറ്റ് ഏകദേശം ഒരു സെക്കൻഡ് ടാർഗറ്റ് എങ്കിലും തരുമെന്ന്. തേർഡ് ടാർഗറ്റ് തരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ബട്ട് എനിക്ക് തേർഡ് ടാർഗറ്റും കിട്ടി. കാരണം കറക്റ്റ് ഇവർ ഈ പറയുന്ന 11:36 ആയ സമയത്ത് ഏകദേശം എനിക്ക് 21 ഓർഡർ അടുപ്പിച്ച് കറക്റ്റ് കിട്ടി. 21 ഓർഡർ അടുപ്പിച്ച് കിട്ടി. ഞാൻ ഓൾറെഡി 11 മണിയൊക്കെ ആയപ്പോഴാണ് പിന്നെ അടുത്ത വീണ്ടും എടുത്തത്. കാരണം ഈ 1 മണി 2 മണി എടുത്തതെന്ന് വെച്ചാൽ 11 മണി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം 1 മണിക്കൂറിൽ 2 ഓർഡർ വെച്ചാണ് എൻ്റെ കാൽക്കുലേഷൻ, ഏറ്റവും മിനിമം. അത് വെച്ച് നമുക്ക് മതി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ടാർഗറ്റും കിട്ടി. സോ ടോട്ടലി കുറേ നാളത്തേക്ക് ശേഷം ഞാൻ ആ ഫുൾ ടാർഗറ്റ് അടിച്ചു. ഇത് സാറ്റർഡേ, അതായത് ഫെബ്രുവരി 1 ടാർഗറ്റ് 26 ഓർഡർ വേണം. ഇത്തിരി കടുക്കും. എന്തായാലും നമുക്ക് നോക്കാം, കിട്ടുമെന്നൊക്കെ നമുക്ക് നോക്കാം. അതൊക്കെ സാറ്റർഡേയുടെ വീഡിയോ വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി 1-ാം തീയതിയിൽ. സോ ഈ ഒരു ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച 3 ദിവസം കൊണ്ട് എറൗണ്ട് 3,759. അതിൽ ഈ ചൊവ്വാഴ്ച ഞാൻ വയ്യാതെ ഓടിയതാണ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ആ ഒരു ഡേയും കൂടെ 1,000-ന് മുകളിൽ പേയ്മെൻറ്റ് എടുത്തേ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ 4,000-ന് മുകളിൽ പേയ്മെൻറ്റ് ആയതിനെ 3 ദിവസം കൊണ്ട്. സോ എനിവേ നമുക്ക് അടുത്ത ആഴ്ച പോലെ ഞാൻ ഒരു ദിവസം ഓടും, അടുത്ത ദിവസം ഓടില്ല, ഒരു ദിവസം ഓടും, അടുത്ത ദിവസം ഓടില്ല. അങ്ങനെ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. കാരണം ഫുൾ അടിക്കാമെന്ന് വിചാരിച്ചു. എന്തിനാണ് ഈ പറയുന്ന നമ്മൾ ഈ എല്ലാ ദിവസവും ഓടി നല്ല ബാക്ക് പെയിനും ഉണ്ടാക്കി എനിക്ക് വീഡിയോ എടുക്കാനും പറ്റാതെ ആവുന്നതിനേക്കാളും നല്ലതാണ് ഈ പറയുന്ന ഒരു ദിവസം ഓടി അടുത്ത ദിവസം ഓടാതാവുന്നത്. അതാകുമ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ടൈമും കിട്ടും, വീഡിയോ എഡിറ്റ് ചെയ്യാനും എല്ലാം ഒരു ടൈം കിട്ടും. സോ അങ്ങനെയാണ് ഒരു പ്ലാനിലിരിക്കുന്നത്. അപ്പോൾ എനിവേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ ഫുൾ ടാർഗറ്റ് കുറേ നാളത്തെ ശേഷം ഇന്നാണ് ഞാൻ എടുത്തത്. ഫുള്ള് കറക്റ്റായിട്ട് അടിക്കാൻ പറ്റി. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കൂടെ വേണം. നമുക്കിനി അടുത്ത ദിവസങ്ങളിലും ടാർഗറ്റ് അടിക്കണം. നമ്മുടെ ആ ഒരു 1 ലാഖിൻ്റെ ചലഞ്ച് ഇപ്പോഴും നിൽക്കുവാണ്. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഏകദേശം 50 ദിവസം അടുപ്പിച്ച് ആവാറായി. ഞാൻ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.